ഈ സെൻറ്റാങ്കിൾ ആർട്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അത് ശരിയായിരിക്കും. കാരണം നമ്മൾ കുറേ സമയം ഒരേ രീതിയിൽ ഇങ്ങനെ ലൈൻസൊക്കെ വരച്ചുകൊണ്ടേ അങ്ങനെ ഇരിക്കുകയാണല്ലോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാറുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്നലെ രാത്രി വരച്ച് വെച്ചതാണ്. കുറച്ച് വരച്ചിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ഇതേ ഇപ്പോൾ ഇരുന്ന് വരയ്ക്കുകയാണ്. ഇത് ശരിക്കും ഒരു ട്യൂട്ടോറിയൽ പോലെ ചെയ്യണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് മുതലേ വീഡിയോ എടുക്കാത്തത്. ഇന്നിപ്പോൾ ഇതേ രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ ഇറങ്ങി ഇത് വരയ്ക്കാനായിട്ടിരുന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇതിലിപ്പോൾ ഈസിയാണ്. നമുക്കിങ്ങനെ വേവ്സ് വരുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനൊരു കറക്റ്റ് ലെവലിൽ വേണം. കറക്റ്റ് ഒരു നീളം, വീതി അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരയ്ക്കാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് പോർഷൻ വന്നിട്ട് ഞാനിങ്ങനെ നീളത്തിന് വരുന്ന റൗണ്ട്സാണ് വരച്ചു കൊടുക്കുന്നത്. ഞാനിത് പിൻട്രസ്റ്റോ എവിടെയോ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഇത് വരയ്ക്കാനായിട്ട് എടുത്തത്. എന്നിട്ട് അതിൽ ബാക്കി വരുന്ന സ്പേസിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പോർഷൻ വന്നിട്ട് ഇങ്ങനെ ലൈൻസ് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി ഫുള്ളായിട്ടും. ഇതിൽ ചെയ്യാനായിട്ട് അത്രേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വരച്ച് കഴിഞ്ഞതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണേ.